ഹായ് ഓൾ, നമുക്കിന്ന് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ അതായത് എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു മോഡൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം. അതിൻ്റെ കണക്റ്റഡ് ആയിട്ട് വരുന്ന ബാക്കിയുള്ള ചോദ്യങ്ങളെല്ലാം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ചോദ്യം ഇതാണ്: മാസ് പകുതിയാവുകയും പ്രവേഗം ഇരട്ടിയാവുകയും ചെയ്താൽ വസ്തുവിന്റെ ഗതികോർജ്ജത്തിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ചോദ്യം. മാസ് പകുതിയാവുകയും പ്രവേഗം ഇരട്ടിയാവുകയും ചെയ്താൽ വസ്തുവിന്റെ ഗതികോർജ്ജത്തിന് എന്ത് സംഭവിക്കും? ഓക്കെ, നോക്കാം നമുക്ക്. അവിടെ ആദ്യം തന്നെ നമ്മൾ ആ ഒരു ഗതികോർജം അല്ലെ, ഗതികോർജത്തിന്റെ ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. ഗതികോർജത്തിന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഗതികോർജം എന്ന് പറയുന്നത് ഹാഫ് എം വി സ്ക്വയർ ആണ്. ഗതികോർജത്തിന്റെ ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ കാണാതെ പഠിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തെറ്റിപ്പോകും. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി തരാറുണ്ട്. പ്രവേഗം പകുതിയായി മാസ് ഇരട്ടിയായി, അല്ലെങ്കിൽ പ്രവേഗം മാത്രം പകുതിയായി മാസ് 3 ഇരട്ടിയായി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ മാറ്റിയും തിരിച്ചുമൊക്കെ തരാറുണ്ട്. അപ്പൊ അങ്ങനെ തരുമ്പോഴത്തേക്ക് നമ്മൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, കറക്റ്റ് ഇതിന്റെ ഒരു വഴി നമുക്ക് അറിഞ്ഞിരിക്കണം. വഴി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് വഴി എന്താന്ന് നോക്കാം. നോക്കിക്കോ, ഗതികോർജ്ജത്തിൽ ഹാഫ് എം വി സ്ക്വയർ ആണ്. എം എന്ന് പറഞ്ഞാൽ മാസ് ആണ്, വി എന്ന് പറഞ്ഞാൽ പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി ആണെന്ന് അറിയാമല്ലോ. അതറിയാം. മാസ് പകുതിയാവുകയും പ്രവേഗം ഇരട്ടിയാവുകയും ചെയ്യുന്ന കണക്കാണ് ഇവിടെ പറയുന്നത്. ആദ്യം ജനറൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിൽ എന്തെങ്കിലും ഒരു സാധനം ഇരട്ടിയായി എന്ന് പറഞ്ഞാൽ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇൻറ്റു 2 ചെയ്യുക. ഓക്കെ, ഇപ്പൊ നമ്മൾ 10ന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ എന്താണ് 10ന്റെ ഇരട്ടി? 10ന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 2 എന്നല്ലേ എഴുതുന്നേ? 20. 10 ഇൻറ്റു 2 ഇരട്ടി 20. ഇനി ഒരു സാധനം പകുതിയായി എന്ന് വിചാരിക്കൂ, പകുതിയായി. ഇപ്പൊ 10ന്റെ പകുതി എടുക്കണമെന്ന് പറഞ്ഞു എന്ന് വെച്ചോ. 10ന്റെ പകുതി എടുക്കണമെന്ന് പറഞ്ഞു. എന്ത് ചെയ്യും നമ്മൾ? 10 ഡിവൈഡഡ് ബൈ 2 അല്ലേ ചെയ്യുന്ന? 5. 10 ഡിവൈഡഡ് ബൈ 2 5 അല്ലേ നമ്മൾ ചെയ്യുന്നത്? പകുതി ആവുന്നു എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ 2 ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ? ഡിവൈഡഡ് ബൈ 2 ചെയ്യും. ആണേ, അങ്ങനെയല്ലേ? ശരി, അപ്പൊ ഇത് മനസ്സിൽ വെച്ചിരിക്കണം. എന്തൊരു സാധനത്തിന്റെയും ഇരട്ടി എടുക്കാൻ പറഞ്ഞാൽ 2 കൊണ്ട് ഗുണിക്കുക, പകുതി എടുക്കാൻ പറഞ്ഞാൽ 2 കൊണ്ട് ഹരിക്കുക. ഇപ്പൊ നമ്മളോട് പറയുന്നു ഇനിയിപ്പോ 3 ഇരട്ടി എന്നാണ് പറയുന്നതെങ്കിലോ, 3 ഇരട്ടി എന്നാണ് പറയുന്നതെങ്കിലോ, 3 മടങ്ങായി അല്ലെങ്കിൽ 3 ഇരട്ടി എന്നാണ് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻറ്റു 3 ചെയ്യുക. 5 മടങ്ങായി എന്ന് പറഞ്ഞാൽ ഇൻറ്റു 5 ചെയ്യുക. ഓക്കെ, മനസ്സിലായി? അങ്ങനെ ചെയ്യാൻ അറിയാം. 4ൽ 1 എന്ന് പറയുന്നു, 4ൽ 1 മാറി. എന്തോ ഒരു സാധനം 4ൽ 1 മാറി എന്ന് പറഞ്ഞാൽ 1/4 ചെയ്യുക. ഇൻറ്റു ആ സാധനം ഇൻറ്റു 1/4 ചെയ്താൽ മതി. 4ൽ 1 1/4 ചെയ്യണം. ഓക്കെ, ശരി ശരി, നോക്കാം നമുക്ക്. നമ്മളോട് ഇവിടെ ഈ ക്വസ്റ്റ്യനകത്ത് മാസും വെലോസിറ്റി മാത്രമേ ഉള്ളൂ. അപ്പം മാസ് ഇരട്ടിയായി എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എടുക്കും? എമ്മിന് പകരമായിട്ട് നമ്മൾ പിന്നെ അങ്ങോട്ട് 2m എന്ന് കൊടുക്കണം. എമ്മിന് പകരമായിട്ട് നമ്മൾ പിന്നീട് അങ്ങോട്ട് കൊടുക്കാനുള്ളത് എന്താണ്? 2m ആണ്. എമ്മിന് പകരമായിട്ട് കൊടുക്കാനുള്ളത് 2m ആണ്. ഓക്കെ, ഇനി വെലോസിറ്റി ഇരട്ടിയായി എന്നാണ് പറയുന്നതെങ്കിലോ, വെലോസിറ്റി ഇരട്ടിയായി എന്നാണ് പറയുന്നതെങ്കിലോ നമ്മൾ v എന്ന് പറയുന്ന അക്ഷരത്തിന് പകരമായിട്ട് പിന്നെ കൊടുക്കേണ്ടത് 2v എന്നാണ്. v എന്ന് പറയുന്ന അക്ഷരത്തിന് പകരമായിട്ട് പിന്നെ കൊടുക്കേണ്ടത് 2v എന്നാണ്. ഇനി പകുതിയാവുന്ന കണക്ക് നോക്കാം. മാസ് പകുതിയായി എന്ന് നമ്മളോട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ എമ്മിന് പകരം നമ്മൾ ഇനി കൊടുക്കേണ്ടത് എന്താണ്? m/2 ആണ് കൊടുക്കേണ്ടത്. മാസ് പകുതിയായി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ട കാര്യം m/2, m ഡിവൈഡഡ് ബൈ 2 എന്ന് കൊടുക്കണം. ഇനി പ്രവേഗം പകുതിയായി എന്നാണ് പറയുന്നതെങ്കിൽ, നമ്മൾ വിക്ക് പകരം എന്ത് കൊടുക്കണം? വിക്ക് പകരം നമ്മൾ v/2 എന്ന് കൊടുക്കണം. വിക്ക് പകരം v/2 എന്ന് കൊടുക്കണം. മനസ്സിലായോ? ഓക്കെ, വിക്ക് പകരം നമ്മൾ v/2 എന്ന് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. ഇത്രയും അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കണക്ക് ചെയ്യാൻ വളരെ വളരെ സിമ്പിൾ ആണ്. ഇനി നമുക്ക് ഈ ചോദ്യം ഒന്ന് ചെയ്തു നോക്കാം. ചോദ്യം എന്തായിരുന്നു? മാസ് പകുതിയാവുകയും പ്രവേഗം ഇരട്ടിയാവുകയും ചെയ്താൽ, മാസ് പകുതിയാവുകയും പ്രവേഗം ഇരട്ടിയാവുകയും ചെയ്താൽ, മാസ് പകുതിയാവുകയും പ്രവേഗം ഇരട്ടിയാവുകയും ചെയ്താൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ മാസ് പകുതിയായി എന്ന് പറഞ്ഞാൽ എമ്മിന് പകരം എന്ത് കൊടുക്കണം? m/2 എന്ന് കൊടുക്കണം അല്ലേ? എമ്മിന് പകരം m/2 എന്ന് കൊടുക്കണം. പ്രവേഗം ഇരട്ടിയായി എന്ന് പറഞ്ഞാൽ വിക്ക് പകരം എന്ത് കൊടുക്കണം? 2v എന്ന് കൊടുക്കണം. ആണല്ലോ, പ്രവേഗം ഇരട്ടിയായി എന്ന് പറഞ്ഞാൽ വിക്ക് പകരം നമ്മൾ കൊടുക്കേണ്ടത് 2v. ഗതികോർജ്ജം എത്ര മടങ്ങാവുന്നല്ലേ ചോദ്യം? ഗതികോർജ്ജം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഹാഫ് എം വി സ്ക്വയർ എന്നുള്ളതാണ് ഗതികോർജ്ജം കാണാനുള്ള ഇക്വേഷൻ. അപ്പം ഹാഫ് ഇൻറ്റു, ഇത് ഏത് രീതിയിൽ ചോദിച്ചാലും ഈ മോഡലിൽ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഹാഫ് ഇൻറ്റു എമ്മിന് പകരം കൊടുക്കേണ്ടത് എന്തായിരുന്നു? m/2. എമ്മിന് പകരം കൊടുക്കേണ്ടത് m/2. വിക്ക് പകരം കൊടുക്കേണ്ടത് 2v ആണ്. അവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇക്വേഷനകത്ത് v സ്ക്വയർ ആണ് അല്ലേ?
വിക്ക് പകരം നമ്മൾ കൊടുക്കുന്നത് 2v എന്ന് പറയുന്ന സാധനമാണ്. വിക്ക് പകരം നമ്മൾ കൊടുക്കുന്നത് 2v എന്ന് പറയുന്ന സാധനമാണ്. അപ്പൊ ഇവിടെ 2v² എന്ന് കൊടുത്താൽ ശരിയാവോ? അങ്ങനെ കൊടുക്കരുത്, ഒരിക്കലും അങ്ങനെ കൊടുക്കരുത്. വിക്ക് എന്തുണ്ടോ അതെല്ലാം പുതിയ വിക്കും വരണം. എന്ന് വെച്ചാൽ വിക്ക് പകരം നമ്മൾ ഇനി ഉപയോഗിക്കുന്ന സാധനം 2v ആണ്. അപ്പൊ ഇക്വേഷനിൽ വിക്ക് സ്ക്വയർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ 2vക്ക് മൊത്തത്തിൽ വേണം നമ്മൾ സ്ക്വയർ കൊടുക്കാൻ. 2vക്ക് മൊത്തത്തിൽ വേണം സ്ക്വയർ കൊടുക്കാൻ. 2vക്ക് മൊത്തത്തിൽ സ്ക്വയർ കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഹാഫ് ഇൻറ്റു m by 2 ഇൻറ്റു 2 സ്ക്വയർ 4 ആണ്, 4v² എന്ന് വരും. ശരിയല്ലേ? 2ന്റെ സ്ക്വയർ 4 ആണ്, 4v² എന്ന് നമുക്ക് അവിടെ വരും. 4v² എന്ന് വരും. ഓക്കെ, ഇനി ചെയ്യേണ്ട പരിപാടി, ഈ കിടക്കുന്ന ഹാഫ് ഉണ്ടല്ലോ, ഇത് ഇക്വേഷന്റെ ഭാഗമായിട്ടുള്ള ഹാഫ് അല്ലേ? അപ്പൊ ഇതിൽ കിടക്കുന്ന 2നെ ഒന്നും നിങ്ങൾ വെട്ടിക്കളയാൻ നിൽക്കരുത്, അത് അങ്ങനെ തന്നെ വെച്ചിരിക്കണം. ഇക്വേഷന്റെ ഭാഗമായിട്ടുള്ള ഹാഫ്, ഈ m, ഈ v², ഇതിനെ മൂന്നിനെയും തൊടരുത്. അതെല്ലാം അങ്ങനെ തന്നെ നിന്നോട്ടെ. അതിനെയൊക്കെ നമുക്ക് ഒരു സൈഡിലോട്ട് നീക്കി എഴുതാം. ഹാഫ് mv² എന്നുള്ളത് നമുക്ക് ഒരു സൈഡിലോട്ട് നീക്കി എഴുതാം. എക്സ്ട്രാ കിടക്കുന്ന സാധനങ്ങളെല്ലാം ഒരുമിച്ച് ഒരു സൈഡിലോട്ട് കൊണ്ടുവരാം. എക്സ്ട്രാ കിടക്കുന്നത് ഇവിടെ ഒരു 4 എക്സ്ട്രാ കിടപ്പുണ്ട്. പിന്നെ ഡിവൈഡഡ് ബൈ 2 അല്ലേ എക്സ്ട്രാ കിടക്കുന്നത്? ഡിവൈഡഡ് ബൈ 2 അല്ലേ എക്സ്ട്രാ കിടക്കുന്നത്? അപ്പൊ 4 ഡിവൈഡഡ് ബൈ 2 നമുക്ക് കട്ട് ചെയ്ത് 2 എന്ന് എഴുതാം. 2 ഇൻറ്റു ഹാഫ് mv² എന്ന് വരും. 2 ഇൻറ്റു ഹാഫ് mv² എന്ന് വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് mv² എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന ഗതികോർജ്ജം അല്ലേ? അപ്പൊ 2 ഇൻറ്റു ഹാഫ് mv² എന്ന് വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? ഇരട്ടിയായി അല്ലെ? 2 ഇൻറ്റു എന്ന് പറയുമ്പോൾ 2 ടൈംസ് 2 ടൈംസ് ആയില്ലേ? ഇരട്ടിയായി. ഗതികോർജ്ജം ഇരട്ടിയായി. ഗതികോർജ്ജം ആദ്യം ഉണ്ടായിരുന്നതിൽ നിന്നും ഇരട്ടിയായി. ഓക്കെ, ഗതികോർജ്ജം ആദ്യം ഉണ്ടായിരുന്നതിൽ നിന്ന് എന്തായി? ഇരട്ടിയായിട്ട് മാറി എന്നാണ് അതിന്റെ അർത്ഥം. ക്ലിയർ? ക്വസ്റ്റ്യന്റെ ആൻസർ ഉണ്ടോ ഇവിടെ? ഗതികോർജ്ജം ഇരട്ടിയാകുന്നു. അവിടെയുണ്ട് ഗതികോർജ്ജം ഇരട്ടി ആകുന്നു. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ശരി. ഇതുപോലെ വേറൊരു പ്രോബ്ലം നമുക്ക് ചെയ്തു നോക്കിയാലോ? വേറൊരു പ്രോബ്ലം ചെയ്തു നോക്കാം. മാസ് ഇരട്ടിയാകുന്നു. മാസ് ഇരട്ടിയാകുന്നു, പ്രവേഗം പകുതിയാകുന്നു എന്ന് എടുക്കാം. മാസ് ഇരട്ടിയാകുന്നു, പ്രവേഗം പകുതിയാകുന്നു എന്ന് എടുക്കാം. ഓക്കെ, മാസ് ഇരട്ടിയും പ്രവേഗം പകുതിയും. അപ്പോ മാസ് ഇരട്ടി എന്ന് പറയുമ്പോൾ എമ്മിന് പകരം ഇനി എടുക്കേണ്ടത് 2m എന്നാണ്. പ്രവേഗം പകുതി എന്ന് പറയുമ്പോൾ വിക്ക് പകരം എടുക്കേണ്ടത് v/2 എന്നാണ് അല്ലെ? അപ്പൊ നമുക്ക് ഇക്വേഷൻ ഹാഫ് mv² ആണ്. ഇക്വേഷൻ ഹാഫ് mv² ആണ്. അതിനകത്ത് ഹാഫ് ഇൻറ്റു എമ്മിന് പകരം എന്ത് കൊടുക്കണം? 2m എന്ന് കൊടുക്കണം അല്ലെ? എമ്മിന് പകരം നമ്മൾ 2m എന്ന് കൊടുക്കണം. ഇനി വെലോസിറ്റിക്ക് പകരം കൊടുക്കേണ്ടത് v/2 എന്നാണ്. അപ്പൊ വെലോസിറ്റിക്ക് എന്തുണ്ടോ മൊത്തത്തിലാണ് നമ്മൾ സ്ക്വയർ കൊടുക്കേണ്ടത്. അപ്പൊ v/2 the whole square എന്ന് വരും. v/2 the whole square എന്ന് വരും. ഓക്കെ, ഹാഫ് ഇൻറ്റു 2m ഇൻറ്റു v² ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. v² ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. ഒറിജിനൽ ഇക്വേഷനെ അനക്കരുതെന്ന് പറഞ്ഞു. ഹാഫ് അങ്ങനെ തന്നെ കിടക്കണം, m അങ്ങനെ തന്നെ കിടക്കണം, v² അങ്ങനെ തന്നെ കിടക്കണം. അതൊന്നും മാറ്റാൻ പറ്റത്തില്ല. ഹാഫ് ഇൻറ്റു mv² അങ്ങനെ തന്നെ അവിടെ കിടപ്പുണ്ട്. ബാക്കി ഉള്ള സാധനങ്ങൾ നോക്കുക. ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഡിവൈഡഡ് ബൈ 4 ഉണ്ട്. 2/4 എന്ന് വരും അല്ലെ? കട്ട് ചെയ്യാമല്ലോ. കട്ട് ചെയ്ത് കളയാം. 1/2 എന്ന് വരും. എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ഹാഫ് mv² എന്നാണ് വരിക. ഹാഫ് ഇൻറ്റു ഹാഫ് mv² എന്ന് വരും. ഹാഫ് mv² ആദ്യം ഉണ്ടായിരുന്ന ഗതികോർജ്ജമാണ്. ഇപ്പൊ ഹാഫ് ഇൻറ്റു ഹാഫ് mv² ആയിട്ട് മാറി പകുതിയായി. ഗതികോർജ്ജം എന്തായിടാ? ഗതികോർജ്ജം പകുതിയായി. ഗതികോർജ്ജം പകുതിയായി. ഗതികോർജ്ജം പകുതിയായി. കിട്ടിയോ? കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ശരി. അപ്പം അത്രയാണ് നമുക്ക് ആ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. അല്ലെങ്കിൽ ആ ഒരു ചോദ്യം, ഈ ഒരു മോഡലിലെ ചോദ്യം എന്നാൽ എങ്ങനെ ചെയ്യണമെന്ന് അറിയാം. ഇനി സിമ്പിൾ ആയിട്ട് ഒരെണ്ണം മാത്രമായിട്ടും ചോദിക്കാം. ഇത് പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജ്ജം എത്ര മടങ്ങാകും? അങ്ങനെ മാത്രം ചോദിക്കാം. അപ്പൊ മാസിന് എന്തെങ്കിലും ചേഞ്ച് വരുത്തേണ്ട കാര്യമുണ്ടോ? മാസിന് ചേഞ്ച് ഒന്നും വരുത്തേണ്ട കാര്യമില്ല. പ്രവേഗം മാത്രം 2v ആക്കിയാൽ മതി. അപ്പം ഹാഫ് ഇൻറ്റു m അങ്ങനെ തന്നെ എഴുതാം. മാസിന് മാറ്റമൊന്നുമില്ലല്ലോ, m അങ്ങനെ തന്നെ എഴുതാം. പ്രവേഗം ഇരട്ടിയായി എന്ന് പറയുമ്പോൾ വിക്ക് പകരം 2v കൊടുക്കുക. 2v the whole square എന്ന് കൊടുക്കുക. ഹാഫ് ഇൻറ്റു m ഇൻറ്റു 2ന്റെ സ്ക്വയർ 4, 4v² എന്ന് എടുക്കുക. ഹാഫ് mv² ഒരു സൈഡോട്ട് നീക്കി എഴുതുക. ബാക്കിയുള്ളത് മാത്രം ഫ്രണ്ടിലോട്ട് എഴുതിയാൽ മതി. ബാക്കി 4 മാത്രമല്ലേ ഉള്ളൂ? 4. അപ്പൊ ഹാഫ് mv² ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 4 മടങ്ങായി. അപ്പൊ ഗതികോർജ്ജം എന്താകും? 4 മടങ്ങാകും. ഗതികോർജ്ജം 4 മടങ്ങ് ആകും. ഗതികോർജ്ജം 4 മടങ്ങ് ആകും. പ്രവേഗം ഇരട്ടി ആയി കഴിഞ്ഞാൽ ഗതികോർജ്ജം 4 മടങ്ങായിട്ട് മാറും. അതാണ് അതിന്റെ അർത്ഥം. ക്ലിയർ? ഗതികോർജ്ജം 4 മടങ്ങായിട്ട് മാറും. ഓക്കെ.
ശരി, അപ്പോൾ അത്രയാണ് നമുക്ക് ആ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. ഇതേപോലെ നമുക്ക് ചെറിയ ചെറിയ സെഷൻസ് ആയിട്ട് കുറേ ടോപ്പിക്കുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻസും എല്ലാം എന്ത് ചെയ്യാം, ഈസി ആയിട്ട് പഠിച്ചു പോകാം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്